ഒരാൾ സ്വയമേ ജീവനൊടുക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ആത്മഹത്യ. അങ്ങനെയെങ്കിൽ പത്തനംതിട്ട റാന്നി അത്തിക്കയത്ത് അധ്യാപികയുടെ 12 വർഷത്തെ ശമ്പള കുടിശ്ശിക ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കുമ്പോൾ അതിനെ വിളിക്കേണ്ട പേര് ആത്മഹത്യ എന്നാണോ അതോ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണോ? നിസ്സംശയം പറയാം, ആ മരണത്തിന്റെ ഉത്തരവാദി ഭരണകൂടമാണ്. എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ആ സാധു മനുഷ്യന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിന്റെ ചുമലിൽ തന്നെയായിരിക്കും. ജീവനൊടുക്കിയ TV ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രൻ 12 വർഷമായി നാറാമൂഴിയിലെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപികയാണെങ്കിലും കോടതിയിലെത്തിയ നിയമനത്തെ തുടർന്ന് ശമ്പള കുടിശ്ശിക ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഈ കുടിശ്ശിക 3 മാസത്തിനകം നൽകണമെന്ന കേരള ഹൈക്കോടതിയുടെ വിധി കഴിഞ്ഞ നവംബറിലുണ്ടായി. പക്ഷേ കോടതി വിധിയിൽ നടപടികൾ ഉണ്ടായില്ല. കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുള്ള പോലെ ശമ്പള കുടിശ്ശിക തുക അനുവദിച്ചു കിട്ടുവാൻ വേണ്ടി ഷിജോയും ഭാര്യയും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം ഓഫീസുകൾ കയറിയിറങ്ങി. എന്തു ചെയ്തിട്ടും ആരെയൊക്കെ കണ്ടിട്ടും ഒരു മാറ്റവും ഉണ്ടായില്ല. ഒടുവിൽ മകന്റെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പണം നൽകാനാകാതെ ആ പിതാവ് ജീവനൊടുക്കി. ഈ നാട്ടിലെ ഭരണകൂടം ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു എന്ന് തന്നെയല്ലേ നാം പറയേണ്ടത്. ചുവപ്പുനാട ഇല്ലാതെയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ സംസാരിച്ചത് കേവലം മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എന്നാൽ ചുവപ്പുനാട ഇല്ലാതാകുന്നത് പ്രസംഗങ്ങളിലും പ്രഖ്യാപനങ്ങളിലും മാത്രമാകുന്നു. തനിക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായിട്ട് പോലും ഒരു കുടുംബത്തിന് അവർക്ക് അർഹമായ തുക ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ വൃന്ദം നിഷേധിക്കുമ്പോൾ ഭരണകൂടത്തിന് നേരെയല്ലാതെ പൊതുജനം ആർക്കു നേരെയാണ് വിരൽ ചൂണ്ടേണ്ടത്? ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട്. ഭരണകൂടമാണ് ഉത്തരവാദി എന്ന തലക്കെട്ടിൽ G സുധാകരൻ മലയാള മനോരമ പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഉദ്യോഗസ്ഥരുടെ അഴിമതിയെക്കുറിച്ചും അലംഭാവത്തെക്കുറിച്ചും പറയുന്നുണ്ട്. മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ അതിനർത്ഥം ഭരണകൂട പരാജയമാണ് എന്നാണ് G സുധാകരൻ തുറന്നടിക്കുന്നത്. G സുധാകരൻ എഴുതിയ ഓരോ വരിയും ചോദിക്കുന്ന ഓരോ ചോദ്യവും ഈ നാട്ടിലെ സാധാരണക്കാരൻ കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കാനും പറയാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഫയലുകൾ താമസിപ്പിച്ചു തീരുമാനങ്ങൾ എടുത്തവർക്ക് ഭരണകൂടം അനുകൂലമാകുമ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ അഴിമതിയിലും അലംഭാവത്തിലും ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് വരുന്നു. ഇത് അംഗീകരിക്കാൻ ഭരണകൂടം തയ്യാറാകുമ്പോഴാണ് രാഷ്ട്രമീമാംസ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുക. G സുധാകരൻ തന്റെ ലേഖനത്തിൽ പറയുന്നു, സിസ്റ്റം എന്നും സിസ്റ്റത്തിന്റെ വീഴ്ചയെന്നും പറഞ്ഞ് ഈ വിഷയത്തിൽ സർക്കാരിന് കൈകഴുകാനാകില്ല എന്ന് തന്നെയാണ്. സിസ്റ്റം എന്നത് സർക്കാർ നിയന്ത്രിക്കുന്ന, സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകേണ്ട ഒന്നാണെന്നിരിക്കെ എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വീഴ്ചകളിൽ സർക്കാരിന് ഉത്തരവാദിത്വം ഇല്ലാതാകുന്നത്? ഇതേ ചോദ്യത്തെ പല രീതിയിൽ G സുധാകരൻ തന്റെ ലേഖനത്തിൽ ഉന്നയിക്കുന്നതായി നമുക്ക് കാണാം. ചുവപ്പുനാടയിൽ കുടുങ്ങി ദുരിതമനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട്. ഈ സർക്കാരിന് ചുവപ്പുനാട ഇല്ലാതാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. നിയമവിധേയമായി പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സമയാനുസൃതമായി നടപടിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ജനങ്ങൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ നെറ്റി ചുളിച്ചിട്ടോ പൊതുജനത്തെ പുലഭ്യം പറഞ്ഞിട്ടോ യാതൊരു കാര്യവുമില്ല. 9 വർഷത്തെ ഭരണം കൊണ്ട് ചുവപ്പുനാടയിൽ എന്തു മാറ്റമാണ് കൊണ്ടുവന്നത് എന്ന ചോദ്യം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വയമേ ചോദിക്കുന്നത് നന്നായിരിക്കും. പൊതുജനത്തെയോ പ്രതിപക്ഷത്തെയോ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട, കുറഞ്ഞ പക്ഷം G സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ വിമർശനങ്ങളോടെങ്കിലും ജനാധിപത്യപരമായ ഒരു സമീപനം സ്വീകരിച്ചാൽ അത് ഇനിയുള്ള 1 വർഷക്കാലം അല്പമെങ്കിലും മെച്ചപ്പെട്ട ഒരു ജീവിതം ജീവിക്കാൻ ഇന്നാട്ടിലെ ജനങ്ങളെ സഹായിക്കും. G സുധാകരൻ മനോരമയിലെ തന്റെ ലേഖനത്തിൽ സർക്കാർ ഗവനിക്കാത്ത പല കാര്യങ്ങളെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സെക്രട്ടേറിയറ്റിൽ മാത്രം കെട്ടിക്കിടക്കുന്ന 3.5 ലക്ഷം ഫയലുകളെ പറ്റി G സുധാകരൻ സംസാരിക്കുന്നുണ്ട്. അഴിമതികളും തട്ടിപ്പുകളും തെറ്റുകളും നയവ്യതിയാനങ്ങളും നടത്തുന്ന 10% കുറ്റങ്ങളെ വെളിയിൽ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം മാധ്യമങ്ങളും പൊതുജനങ്ങളും അറിയാതെ ചുറ്റുമുള്ള കുറച്ചുപേർ മാത്രം അറിയുന്നു എന്നുകൂടി G സുധാകരൻ പറഞ്ഞു വെക്കുമ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥയുടെ, കുറ്റകൃത്യങ്ങളുടെ, അഴിമതികളുടെ ആഴം എത്രയാണെന്ന് കൃത്യമായി നമ്മളോട് സംവദിക്കുന്നുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണ്? വലിയ ശതമാനം ഉദ്യോഗസ്ഥരും അഴിമതികളിലും കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട് എന്നതിന്റെ അർത്ഥം അത്രത്തോളം തന്നെ സാധാരണക്കാർ അനീതിക്ക് ഇരയാക്കപ്പെടുന്നുണ്ട് എന്നാണ്. ഈ അധ്യാപികയുടെ കുടുംബത്തെ പറ്റി മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടുത്തെ ഉദ്യോഗതലത്തിൽ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ ആ അധ്യാപികയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെടില്ലായിരുന്നു. എഞ്ചിനീയറിംഗ് സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ പിതാവിനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കേണ്ട എത്ര കുടുംബങ്ങളുടെ മനസമാധാനമാണ് ഇന്നാട്ടിലെ സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥ തലത്തിൽ അരങ്ങേറുന്ന
അഴിമതികളും കുറ്റകൃത്യങ്ങളും അനാസ്ഥകളും ചേർന്ന് ഇല്ലാതാക്കിയത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുമ്പോൾ പൊതുജനം സർക്കാരിനോടല്ലാതെ ആരോട് ചോദ്യങ്ങൾ ചോദിക്കണം? ജി സുധാകരൻ തന്റെ ലേഖനത്തിന് നൽകിയ തലക്കെട്ട് തന്നെയാണ് ഈ വിഷയങ്ങളിലെ ഏറ്റവും വലിയ സത്യം. ഭരണകൂടമാണ് ഉത്തരവാദി. ഇത്തരത്തിൽ പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്താൽ പരിഹാരമായി എന്ന് കരുതുന്ന സർക്കാർ സമീപനം ആദ്യം മാറ്റണം. കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥരെ എന്തു ചെയ്യണം എന്നതുപോലെ തന്നെ കുറ്റം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിനും ഭരണകൂടത്തിന് മറുപടി ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് സംസാരിക്കുന്ന സമയവും ഉദ്യോഗതലത്തിലെ ചുവപ്പുനാട കാരണം നെട്ടോട്ടമോടുന്ന ആയിരക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് 9 വർഷങ്ങൾക്ക് മുന്നേ നമ്മളോട് പറഞ്ഞ മുഖ്യമന്ത്രിയോട് കേരള സമൂഹത്തിന് ഓർമ്മിപ്പിക്കാനുള്ളതും അതേ കാര്യം തന്നെയാണ്. ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണ്. നിയമവും കോടതിയും നീതിയും എല്ലാം തങ്ങളുടെ ഭാഗത്തായിരുന്നിട്ട് കൂടിയും നീതി ലഭിക്കാനായി സർക്കാർ ഓഫീസിന്റെ വരാന്തകൾ കയറിയിറങ്ങുന്ന സാധാരണക്കാരന്റെ ജീവിതം സർക്കാരിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ സർക്കാർ 1000 തവണ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം.